സംസ്ഥാനം ഉറ്റുനോക്കിയ തീപാറുന്ന പോരാട്ടത്തിനൊടുവിൽ തൃത്താല മണ്ഡലം നിലനിർത്തി വി.ടി. ബൽറാം. ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മണ്ഡലത്തിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആവേശകരമായ റോഡ് ഷോ സംഘടിപ്പിച്ചു. പട്ടാമ്പി പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ കൂറ്റനാട് സെന്ററിൽ സമാപിച്ചു. നൂറുകണക്കിന് വാഹനങ്ങളും പ്രവർത്തകരും അണിനിരുന്ന പ്രകടനം മണ്ഡലത്തിലെ UDF കേന്ദ്രങ്ങളെ ആവേശത്തിലാഴ്ത്തി. തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വി.ടി. ബൽറാം റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. അത്യന്തം വാശിയേറിയ മത്സരത്തിൽ 8385 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വി.ടി. ബൽറാം വിജയിച്ചത്. മണ്ഡലത്തിലെ വോട്ട് നില താഴെ പറയും പ്രകാരമാണ്. വി.ടി. ബൽറാം UDF 76,427 വോട്ടുകൾ, MP രാജേഷ് LDF 68,042 വോട്ടുകൾ. LDF സ്ഥാനാർത്ഥി MP രാജേഷിനെ ശക്തമായ പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തിയാണ് വി.ടി. ബൽറാം തൃത്താലയിൽ തന്റെ ആധിപത്യം ഉറപ്പിച്ചത്. വിജയത്തിന് പിന്നാലെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് പ്രവർത്തകർ സംഘടിപ്പിക്കുന്നത്. നാടിനെ ദ്രോഹിച്ച ജനവിരുദ്ധ ഭരണാധികാരികൾക്ക് നാട് നൽകുന്ന ജനാധിപത്യ മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് വി.ടി. ബൽറാം പ്രതികരിച്ചു. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമെന്നും വി.ടി. ബൽറാം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം സംഘടിപ്പിച്ച മോർണിംഗ് വിക്ടറി വാക്കിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വി.ടി. ബൽറാം. തൃത്താലയിൽ നിന്നും ആരംഭിച്ച വിക്ടറി വാക്ക് കൂറ്റനാട് സെന്ററിൽ സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരും വി.ടി. ബൽറാമിനൊപ്പം വിക്ടറി വാക്കിൽ അണിചേർന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയമാണ്. UDFന്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ കുറെ കാലമായി നടത്തിയ അധ്വാനത്തിന്റെ ഫലമാണ്. അതോടൊപ്പം ഒരു നല്ല മാറ്റം കേരളത്തിൽ ഉണ്ടാവണം, ഒരു ദുർഭരണത്തിൽ നിന്നുള്ള മോചനം ഉണ്ടാവണം എന്നുള്ള കേരളം മുഴുവനുള്ള മനുഷ്യരുടെ അലയടിക്കുന്ന വികാരത്തിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനോട് അങ്ങേയറ്റത്തെ കടപ്പാട് രേഖപ്പെടുത്തുന്നു. അവർക്ക് വേണ്ടി ഇനിയുള്ള കാലവും മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ്. കഴിഞ്ഞ 5 വർഷം ഞാൻ ജനപ്രതിനിധി അല്ലാതിരുന്നിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് നൽകിയ വലിയ സ്നേഹവും പിന്തുണയും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയുള്ള പരിഗണനയും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലത്തും എൻ്റെ മനസ്സിലുണ്ടാവും. ഞങ്ങൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 100 സീറ്റിൽ കുറയാത്ത ഭൂരിപക്ഷം UDF ഉണ്ടാവും എന്ന് മാത്രമല്ല, 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന്. അതിലെ ഒരു മന്ത്രി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഈ നാടിനെ ദ്രോഹിച്ച ജനവിരുദ്ധ ഭരണാധികാരികൾക്ക് ഈ നാട് നൽകുന്ന ജനാധിപത്യപരമായ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് എത്ര വോട്ടിനാണോ പരാജയപ്പെടേണ്ടി വന്നത് അതിന്റെ ഏതാണ്ട് 3 ഇരട്ടിയോളം വരുന്ന
ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതല്ല, അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവും ഉണ്ട്. അതോടൊപ്പം ഒരു വലിയ ഉത്തരവാദിത്തമായി ഞാൻ ഈ നിയോഗത്തെ നോക്കിക്കാണുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങളൊരു ടീമായി ഇതേപോലെ മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കും, അവർക്കൊപ്പം നിൽക്കും, അവരെ കേൾക്കും. അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും മുഖമുദ്രയാക്കിയ ഒരു കാലം കഴിഞ്ഞു. ഇനി ജനങ്ങളെ കേൾക്കുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണകാലമായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്.